ദിമാഗി നക്സലുകളെ പിന്തുണച്ച മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിനെതിരെ നക്സൽ ആക്രമണത്തിന് ഇരയായവർ. ഛത്തീസ്ഗഡിലെ ബസ്കറിൽ നക്സൽ ആക്രമണത്തിന് ഇരയായവരാണ് ചിദംബരത്തിനെതിരെ രംഗത്ത് വന്നത്. സാധാരണക്കാരും CRPF ജവാനും അടക്കമുള്ളവർ ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തിയാണ് ചിദംബരത്തെ വിമർശിച്ചത്. മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം നക്സലുകൾക്കൊപ്പമെന്ന് പറയുന്നത് വേദനാജനകമെന്ന് നക്സൽ ആക്രമണത്തിന്റെ വേദന പേറി ജീവിക്കുന്നവർ പറഞ്ഞു. कुछ लोग और कुछ जिम्मेदारी पद में रहे वाले ये कहते हैं कि वो दिमागी नक्सली का ये ऐसा है वैसा है, तो ले दे के कोशिश करके शासन प्रशासन हमारे बस्तर के जनता भी करके उनको नक्सलियों को जंगल से निकाले, अभी किसी किसी के दिमाग में बाकी है। उनका जो भाषण है वो हमारे लिए ठीक नहीं है, तो ऐसा कैसे भाषण दे सकते हो? इसीलिए हम इसी बात को रखने के लिए आए हैं. നക്സൽ ആക്രമണത്തെ വെള്ളപൂശുന്നത് ലജ്ജാകരമാണെന്നും ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ചിദംബരം നക്സലുകൾക്കൊപ്പമായിരുന്നോ എന്ന ചോദ്യവും ഇവർ ഉയർത്തി. 2010 CRPF ജവാന്മാർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരോട് നീതി പുലർത്താൻ ചിദംബരത്തിന് കഴിഞ്ഞോ എന്ന് നക്സൽ ആക്രമണത്തിൽ പരിക്കേറ്റ CRPF ജവാൻ ചോദിച്ചു. 25 जनवरी 2026 को ID ब्लास्ट हुआ था पुरागट्टा हिल्स में, और उसमें मैं इंजर्ड हुआ था, और उसके वजह से मेरा पैर जो है कि अल्टीमेटली उसको काटना पड़ा घुटने के नीचे से. AC वाले कमरे में बैठ के दिल्ली में बोल देना कि मैं आई एम प्राउड टू बी दिस, आई एम प्राउड टू बी दैट, पेजेस बनाना, ये सारी चीज़ें बिल्कुल बेफजूल की हैं. നക്സലുകൾ നടത്തിയ AID ആക്രമണത്തിലും മറ്റാക്രമണങ്ങളിലും ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങളും ആക്രമണത്തിൽ പരിക്കേറ്റവരുമാണ് വാർത്താസമ്മേളനത്തിൽ വേദന പങ്കുവയ്ക്കുകയും ചിദംബരത്തിന്റെ നിലപാടിനോടുള്ള രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തത്. उस मार्ग में ID बिछा दिए हैं. आखिर बस्तर के सोचते क्या है यहाँ के लोग? AC कमरे में बैठ करके यह बयान देते हैं. ബസ്തർ ഇന്ന് മാറിയിരിക്കുകയാണ്. മാറിയ ബസ്തറിന് ചിദംബരത്തിന്റെ മനോനിലയുള്ളവരെ ആവശ്യമില്ലെന്നും ബസ്തറിൽ നിന്ന് രാജ്യതലസ്ഥാനത്തെത്തിയവർ പറയുന്നു. ആദർശ് TS, ജനം, ഡൽഹി.